ശേഖർ കുമാർ യാദവ് എന്ന അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി അലഹാബാദ് ഹൈക്കോടതി അങ്കണത്തിൽ നടത്തിയ VHP പരിപാടിയിലെ പരാമർശത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം രാജ്യസഭയിൽ നോട്ടീസ് നൽകിയിരിക്കുന്നു. രാജ്യസഭ ഈ വിഷയം പരിഗണിക്കുകയാണെങ്കിൽ അത് പുറത്താക്കണമോ എന്നതാണ് ചോദ്യം. സുജയ, ഇംപീച്ച്മെന്റ് നമുക്കറിയാം, ഇതുവരെ 6 ജഡ്ജിമാർക്കെതിരെ ഇംപീച്ച്മെന്റിന് ശ്രമിച്ചിട്ടുണ്ട്. ഒന്നും നടന്നിട്ടില്ല. ഒന്നുകിൽ രാജിവെച്ച് പോകും, അല്ലെങ്കിൽ പരാമർശങ്ങൾ നീക്കുന്നു. അങ്ങനെയാണ് ഇതുവരെ ഒരു ജഡ്ജിനെ ഇംപീച്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. ഇവിടെ പുറത്താക്കേണ്ടതായ ഒരു സാഹചര്യം വരുന്നത് അദ്ദേഹം ഒരു സിറ്റിംഗ് ജഡ്ജായി ഇരുന്നുകൊണ്ട് നടത്തിയ കമന്റ് എന്ന രീതിയിലാണ്. അവിടെ അദ്ദേഹം നടത്തിയത് അതൊരു ഇമ്പാർഷ്യലായ ഒരു ജഡ്ജ്മെന്റ് ഡെലിവറി ചെയ്യേണ്ട ഒരാൾ വന്ന് ഇങ്ങനെ ഒരു സൈഡ് ചേർന്നുകൊണ്ടുള്ള ഒരു പരാമർശം നടത്തുന്നത് ശരിയല്ല എന്നുള്ള ഭാഗത്താണ് ഈ പുറത്താക്കണോ എന്ന ആവശ്യം തന്നെ ഉയരുന്നത്. ഇവിടെ ഡിസംബർ 8-ാം തീയതിയാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ചടങ്ങിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവ് പങ്കെടുക്കുന്നത്. ആ പരിപാടി എന്താണെന്ന് ഞാൻ പരിശോധിച്ചു. അപ്പോൾ അത് VHPയുടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ലീഗൽ സെല്ലും ഹൈക്കോർട്ട് യൂണിറ്റും ചേർന്ന് നടത്തിയ ഒരു പ്രൊവിൻഷ്യൽ കൺവെൻഷനാണ്. ഇങ്ങനെയുള്ള അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ VHP എന്ന സംഘടന നടത്താറുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുമ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊരു പരിപാടിയെ നടത്താൻ പാടില്ല, അവരെന്തിന് കോടതിയിൽ വന്നു എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ VHPക്ക് അവിടെ ഒരു ലീഗൽ സെല്ലും ഒരു ഹൈക്കോർട്ട് യൂണിറ്റും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവരവിടെ വന്നതും പരിപാടി നടത്തിയതും എന്നുള്ളതാണ് അതിനുള്ള മറുപടി. അതിനുള്ള എല്ലാ അവകാശങ്ങളും മറ്റ് സംഘടനകളെ പോലെ തന്നെ VHPക്കും ഉണ്ട്. ഇനി വിഷയത്തിലേക്ക് വന്നാൽ, പ്രസംഗം വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കിയോ ഇല്ലയോ, അതാണ് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ, ചീഫ് ജസ്റ്റിസ് തന്നെ എന്താണ് ഈ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത് എന്നതിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിവരങ്ങൾ തേടിയിരിക്കുന്നത്. ഇതിൽ കപിൽ സിബൽ, സമാജ്വാദി പാർട്ടിയുടെ രാജ്യസഭാംഗമായ കപിൽ സിബലിനെയാണ് ഏറ്റവും കൂടുതൽ. കപിൽ സിബലാണ് ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്, നോട്ടീസ് നൽകുന്നതിലേക്കൊക്കെ നീങ്ങുന്നത് കപിൽ സിബലിൻ്റെ ഒരു ഇൻവോൾവ്മെന്റിലൂടെയാണ്. അവിടെ കപിൽ സിബലും ജോൺ ബ്രിട്ടാസും CPIയുടെ രാജ്യസഭാ കക്ഷി നേതാവ് P. സന്തോഷ് കുമാറും അടക്കമുള്ളവർ ഒപ്പിട്ട നോട്ടീസാണ്. ഈ നോട്ടീസിന്റെ കാര്യം ശ്രദ്ധിക്കൂ. 55 ഇന്ത്യ ബ്ലോക്ക് MPമാരാണ് ഈ നോട്ടീസിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഈ ഒരു ഇംപീച്ച്മെന്റ് പ്രമേയമായി വരികയാണെങ്കിൽ അതിന്മേൽ എത്രത്തോളം പിന്തുണയുണ്ടാകുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരിക്കലും അത് ഒരു ഇംപീച്ച്മെന്റിലേക്ക് പോകുന്ന ഒരു ഘട്ടം എത്തുമെന്നൊന്നും ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുക വയ്യ. എന്തായാലും അക്കാര്യത്തിൽ ഭരണപക്ഷ ബെഞ്ചുകളിൽ നിന്നുള്ള ഒപ്പം ചെയർമാൻ്റെ ഒക്കെ തീരുമാനം എന്താണെന്നത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിലേക്ക് വരുന്ന വിശദീകരണം, അതിൻ്റെ ഉള്ളടക്കം കൂടി പരിശോധിച്ച ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് പോവുക എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ അദ്ദേഹം പറഞ്ഞ വാചകങ്ങളെക്കുറിച്ച് മാഡം സൂചിപ്പിച്ചല്ലോ, ഇത് ഹിന്ദുസ്ഥാനാണ് എന്ന് പറയാൻ മടിയില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അദ്ദേഹം ഒരു സിറ്റിംഗ് ജഡ്ജായി അതിരുന്ന് പറയുമ്പോഴുള്ള കോൺസ്റ്റിറ്റ്യൂഷണലായി അദ്ദേഹത്തിന് മുന്നിലുള്ള ചില അതിർവരമ്പുകൾ അദ്ദേഹം ലംഘിച്ചോ എന്നത് മാത്രമാണ് ഇവിടുത്തെ വിഷയം. ഇത് ഹിന്ദുസ്ഥാനാണെന്ന് പറയാൻ മടിയില്ല. ഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹപ്രകാരമായിരിക്കണം ഹിന്ദുസ്ഥാനിൽ കാര്യങ്ങൾ നടക്കേണ്ടത്. അതാണല്ലോ കോൺട്രവേഴ്ഷ്യൽ ആയുള്ള 2 സെന്റൻസസ് മൈനോറിറ്റിക്ക് എതിരെ പറഞ്ഞത്. കൂടാതെ അതിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ടാണത് പറയുന്നത്. ഒരു സിറ്റിംഗ് ജഡ്ജ് പറയുന്നു എന്നതിൽ മാത്രമേ ഞാൻ അതിലൊരു തെറ്റ് കാണുന്നുള്ളൂ. കാരണം ഹിന്ദുസ്ഥാനാണ് എന്ന് പറയാൻ മടിയില്ല എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നമുക്കൊക്കെ ഉള്ളതുപോലെ തന്നെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യ അവകാശങ്ങൾ ജഡ്ജായ അദ്ദേഹത്തിനുമുണ്ട്. ഇനി ഏകീകൃത സിവിൽ കോഡ് ഭരണഘടനാപരമായ അനിവാര്യതയാണ്. അതായിരുന്നു അദ്ദേഹത്തിന് കൊടുത്ത വിഷയം. അതിന്മേലുള്ള പ്രസംഗം അതൊരു അവയർനെസ് സ്പീച്ചാണ്. ആ അവയർനെസ് സ്പീച്ചിലെ പാർട്ട് ആൻഡ് പാർസൽ എടുത്തുകൊണ്ട് അത് ഡിസ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇവിടെ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് അദ്ദേഹത്തിനുള്ള അഭിപ്രായമാണ്. അദ്ദേഹത്തിനുള്ള അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് വേണ്ട എന്ന് പറയുന്ന ആളുകൾക്ക് ഒപ്പം മാത്രം നിൽക്കണം എന്ന് നമുക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു രാജ്യമാകുമ്പോൾ അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അഭിപ്രായമാണ് ജഡ്ജും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാനിതിൽ കാണുന്ന തെറ്റ്, സിറ്റിംഗ് ജഡ്ജി ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഇത് പറയാമോ എന്നുള്ളതാണ്. ഫോർമർ ജഡ്ജസ് ഒക്കെ VHPയുടെ പരിപാടികളിലും മറ്റ് സംഘടനകളുടെ പരിപാടികളിലും ഒക്കെ പോയി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സിറ്റിംഗ് ജഡ്ജ് ഇങ്ങനെ പറയുമ്പോഴുള്ള ഔചിത്യക്കുറവാണ് ഞാനിതിൽ കാണുന്ന ഒരു വിഷയം. ഇതിൽ ഡെറഗേറ്ററി റിമാർക്കാണ് അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഈ ആർട്ടിക്കിൾ 124 അനുസരിച്ച് ജഡ്ജിമാരെ പുറത്താക്കുന്നതിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്പീച്ചിലെ ഓരോ ഭാഗവും എടുത്ത് അതെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതൊക്കെ ഓരോന്ന് വീതം എടുത്തെടുത്ത് പരിശോധിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു പരിശോധനയിലേക്കൊക്കെ പോകുന്ന പ്രത്യേക സമിതി രൂപീകരണം അതൊക്കെ പാർലമെൻറ്റിൽ നടക്കുമോ എന്നതറിയാനാണ് ഞാൻ എന്തായാലും കാത്തിരിക്കുന്നത്. ഇവിടെ 2 കാര്യങ്ങൾ ആരോപണത്തിൽ പറയുന്നത്. ഹെയ്റ്റ് സ്പീച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസൈറ്റ്മെൻറ്റ് ടു കമ്മ്യൂണൽ ഡിസ്ഹാർമണി. അതാണ് പറയുന്ന 2 കാര്യങ്ങൾ. അതിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ ഉണ്ടോ, അതായത് മൈനോറിറ്റീസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ ഉണ്ടായിട്ടുണ്ടോ, ഒരു പ്രിജുഡിസ് ഒരു ജഡ്ജി ആയിരിക്കുമ്പോൾ, ഒരു സിറ്റിംഗ് ജഡ്ജ് ആയിരിക്കുമ്പോൾ ഒരു പ്രിജുഡിസ് അദ്ദേഹം കാണിച്ചിട്ടുണ്ടോ, ഇതാണ് അവിടെ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങൾ.
അതിൽ പബ്ലിക് ഡിബേറ്റ് ഓർ എക്സ്പ്രസ്ഡ് ഹിസ് വ്യൂസ് ഇൻ പബ്ലിക് ഓൺ പൊളിറ്റിക്കൽ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു യൂണിഫോം സിവിൽ കോഡ്. അതായത് അദ്ദേഹത്തിൻ്റെ ഇതൊരു രാഷ്ട്രീയ വിഷയം കൂടിയായി നിൽക്കുമ്പോൾ അതിലൊരു ഭാഗം ചേർന്നുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു എന്നുള്ളത് കൃത്യമായും ആ പ്രസംഗത്തിലുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു കാര്യം വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരായ ഒരു ഇംപീച്ച്മെൻറ്റുമായി മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ അത് സക്സസ്ഫുൾ ആകുമോ എന്നത് അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇതിൽ ആർട്ടിക്കിൾ 124(4), 124(5) അവയും ഒപ്പം ആർട്ടിക്കിൾ 217(1)(b) ആൻഡ് ആർട്ടിക്കിൾ 218 ഇത്രയും ചേർത്ത് വെച്ച് നോക്കുമ്പോഴാണ് ഒരു ജഡ്ജിനെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്ന് പുറത്താക്കാൻ കഴിയുക. അതിൻ്റെ ആ ഒരു നടപടിക്രമങ്ങളിലേക്ക് തന്നെ കടക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നുള്ളത് ഈ വിഷയത്തിൽ കുറവാണ് എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അദ്ദേഹം മുസ്ലിംസിനെതിരെ നടത്തിയിട്ടുള്ള ഒരു പ്രിജുഡീസ് വെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പദപ്രയോഗം, അതിനെ അദ്ദേഹം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നതുകൂടി അറിയണം. പറഞ്ഞങ്ങ് പോവുകയാണ് ചെയ്തത്. അക്കാര്യത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്, അദ്ദേഹം അതൊരു ഡെറഗേറ്ററി റിമാർക്കായിട്ടാണ് ഉദ്ദേശിച്ചത് പറഞ്ഞത് എന്ന് സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് എതിരായി വരും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും സുപ്രീം കോടതിയുടെ ഒരു റിവ്യൂ ഇപ്പോൾ നടക്കുകയാണല്ലോ. സുപ്രീം കോടതി ഹൈക്കോർട്ടിൽ നിന്ന് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അലഹബാദ് ഹൈക്കോർട്ട് ആ ഒരു റിവ്യൂ കൊടുക്കട്ടെ. ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ഈ ജഡ്ജി ശേഖർ കുമാർ യാദവ്, അദ്ദേഹം താനൊരു ഹിന്ദുവാണ് എന്ന് അഭിമാനിക്കുന്നൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൽ അദ്ദേഹത്തെ കുറ്റം പറയാനായി ഒരാൾക്ക് ഹിന്ദുവായോ അല്ലെങ്കിൽ മുസ്ലിമായോ അല്ലെങ്കിൽ മതമില്ലാത്തയാളായോ പാഴ്സിയായോ ജൈനോ എങ്ങനെ വേണമെങ്കിലും ഒരാൾക്ക് വിശ്വസിക്കാനും ആ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പു തരുന്ന ഭരണഘടനയും ഒക്കെയുള്ള രാജ്യം തന്നെയാണല്ലോ നമ്മുടെ ഇന്ത്യ. അപ്പോൾ അതിൽ അദ്ദേഹം ഹിന്ദു എന്ന സ്വത്വത്തിൽ അഭിമാനം കൊണ്ടുകൊണ്ട് VHPയുടെ പരിപാടിയിൽ പോയി പറഞ്ഞതാകാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ പറയുന്നതിൽ അദ്ദേഹത്തെ ഒരു ഹിന്ദു റിവൈവലിന് വേണ്ടി പറഞ്ഞതാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള VHPയുടെ പിന്തുണയായിരിക്കും ഈ വിഷയത്തിൽ ഉണ്ടാവുക. എന്തായാലും ഇതിൽ സിറ്റിംഗ് ജഡ്ജസ് ഇതുപോലെയുള്ള പരിപാടികൾ വരണോ എന്നുള്ളത് VHP തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഫോർമർ ജഡ്ജസ് വന്ന് അഭിപ്രായം പറയുന്നത് പോലെയല്ല സിറ്റിംഗ് ജഡ്ജ് വന്ന് ഇങ്ങനെയൊരു വിഷയത്തിൽ അഭിപ്രായം പറയുന്നത്. സെയിം വൈസ് വേഴ്സ മറുഭാഗത്ത് ഇപ്പോൾ ഒരു മുസ്ലിം ജഡ്ജ്, അങ്ങനെ ജഡ്ജസ് എന്ന് പറഞ്ഞാൽ മതി നമ്മൾ, ഇതിപ്പോൾ ഒരു ഹിന്ദുസ്ഥാൻ എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. രണ്ട് ഓപ്പോസിറ്റ് എക്സ്ട്രീംസ് രണ്ടും നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വൈസ് വേഴ്സ ഒരു മുസ്ലിം നാമധാരിയായ ഒരു ജഡ്ജാണെങ്കിലും അദ്ദേഹം വന്ന് ആ ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒക്കെ പങ്ക് പറ്റുന്നത് അല്ലെങ്കിൽ ഭാഗം പിടിക്കുന്നത് ശരിയല്ല. അതേതായാലും അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായാലും ആ മതത്തിന് വേണ്ടി വാദിക്കുന്നത് ശരിയല്ല. കാരണം അത് ആ പദവിയിൽ അദ്ദേഹത്തെ ഇരുത്തുമ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സിന് ഒപ്പം നിന്നുകൊണ്ട് വേണം ജഡ്ജസ് നിൽക്കാനായി. ഇവിടെ ഇപ്പോൾ എന്തായാലും ഭരണഘടനാ ലംഘനമുണ്ടായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ അദ്ദേഹം ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തം മറന്നുകൊണ്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നതുകൂടി ഈ വിഷയത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും പ്രതിപക്ഷ നിരയിൽ ഇക്കാര്യത്തിൽ ഒരു ഐക്യം ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം പൂർണ്ണമായും ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് ഈ പറയുന്ന പ്രമേയത്തിനൊപ്പം നിൽക്കാൻ എല്ലാവരും തയ്യാറാകുമോ? പ്രതിപക്ഷ നിരയിൽ തന്നെ ഒരു ഐക്യമുണ്ടോ? ഇതിനകം തന്നെ ഇന്ത്യ മുന്നണി വിഘടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹപ്രകാരം ഹിന്ദുസ്ഥാനിൽ കാര്യങ്ങൾ നടക്കണം എന്ന് പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമിനെതിരെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിനെതിരായ നീക്കത്തിന് അത്രയ്ക്ക് ശക്തിയോടെ എല്ലാവരും നിൽക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. ഇവിടെ അദ്ദേഹം സിറ്റിംഗ് ജഡ്ജ് എന്ന നിലയിൽ പറയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ സുപ്രീം കോടതി എടുക്കുന്ന റിവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം വരട്ടെ. അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ പുറത്താക്കാനുള്ള സാധ്യതകൾ തേടാവുന്നതാണ് എന്നല്ലാതെ പുറത്താക്കലിലേക്ക് എത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. Meet the editors.